ഈ കഴിഞ്ഞ ജനുവരിയിൽ നമ്മൾ മാധ്യമപ്രവർത്തകരും നാട്ടുകാരും എല്ലാം തന്നെ 10 ദിവസം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടിയ ഒരു പ്രോഗ്രാമാണ് ദേശീയ സരസ് മേള താലശ്ശേരിയിൽ വെച്ച് നടന്നത്. അതിൽ നമ്മളെല്ലാം പറഞ്ഞു കേട്ടത്, വ്യക്തമായ കണക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല, പറഞ്ഞു കേട്ടത് കോടികളുടെ ലാഭം അത്തരൊരു മേളയിലൂടെ നമ്മുടെ നാടിന് ലഭിച്ചു, നാടിന്റെ യശസ് ഉയർന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു. പക്ഷെ അതിനെക്കുറിച്ച് അന്ന് അന്വേഷിച്ചപ്പോ, ഔദ്യോഗികമായി അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് കുടുംബശ്രീക്ക് 30,86,994 ഉറുപ്പ്യ ബാധ്യതയുണ്ടാക്കിയ ഒരു പ്രോഗ്രാം ആയിരുന്നു ഈ കഴിഞ്ഞ സരസ് ദേശീയ മേള എന്നുള്ളതാണ്. ഇത്രയും വലിയ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രോഗ്രാമിൽ കോടികളുടെ ലാഭമാണ് എന്ന് പറഞ്ഞ ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ വരുന്നത്. അതിന്റെ പേരിൽ തന്നെ അതിന് വരുന്ന ചെലവിനെ കുറിച്ച് RTI വിവരാവകാശ പ്രകാരം എടുത്ത ഡീറ്റെയിൽസ് ആണ് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകരുടെ മുന്നിലും പൊതുജനങ്ങളുടെ മുന്നിലും ഈ അവസരത്തിൽ ഞാൻ വെക്കുന്നത്. ഇതിന് ചെലവായ പൈസ വിവരാവകാശ പ്രകാരം കിട്ടിയതാണ് 4,63,444 രൂപയാണ് സരസ് മേളക്ക് ഔദ്യോഗികമായി വന്ന ചെലവ്. വരവോ 3,87,76,450 രൂപ. അപ്പൊ എങ്ങനെ ഇത്ര അധികം ചെലവ് വന്നു എന്നതിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഫ്ലെക്സ്, ബാനർ, പരസ്യങ്ങൾക്ക് മാത്രം ചെലവാക്കിയിട്ടുണ്ട് 45,16,705. അതിൽ തന്നെ 552 എണ്ണം ഫ്ലെക്സ് ആണ് വെച്ചത്. അതിന് ചെലവായതാണ് 14,60,250 രൂപ. 552 ഫ്ലെക്സ് ഇനി ഏത് തരത്തിൽ അടിച്ചു വെച്ചാലും, തുണി ഫ്ലെക്സ് അടിച്ചു വെച്ചാലും പരമാവധി 3 ലക്ഷം 3.5 ലക്ഷമാണ് ചെലവ് വരിക. അതിന്റെ മുകളിൽ മാത്രം ഇവിടെ കാണുന്നത് 14 ലക്ഷമാണ്. മൊമെന്റോ, പൊന്നാട, ഉപഹാരം, ഈ വക കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കിയത് 3,61,791 രൂപ. എന്താ അറിയില്ല, ഈ പൊന്നാടയും ഉപഹാരവും അവിടുത്തെ നാട്ടിലെ ഒരു പുഴ സംരക്ഷണ പ്രവർത്തകൻ, അക്ഷരജാലകം എന്നൊരു ബുക്സിന്റെ ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകൻ എന്നൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനത് എന്ത് ചെയ്യണമെന്നുള്ളത് അവസാനം പറയാം. അങ്ങനെ ആദരിക്കുവാൻ ചെലവ് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ടുള്ള വ്യക്തികളെ ആദരിക്കാൻ ചെലവ് വന്നത് 4,13,684. എന്നാൽ ഇവിടെ വന്നിട്ടുള്ള അത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഭക്ഷണത്തിന് ചെലവായതാണ് ഏറ്റവും രസം. 43,11,490 രൂപ. എന്ത് കണക്കാന്ന് എനിക്കൊരു ഐഡിയയും ഇല്ല. പിന്നെ കലാ സാംസ്കാരിക പരിപാടി, അതിൽ വന്നതിന്റെ ചെലവാണ് 59,13,760. അപ്പൊ ഞാനിതില് ഈ കലാപരിപാടി അവതരിപ്പിച്ച ചില ആളുകൾ നമ്മളുണ്ട്. അതിൽ ഏറ്റവും നന്നായി പ്രോഗ്രാം ചെയ്തവരാണ്, നിറയെ ആൾക്കാരുണ്ടായിരുന്ന പ്രോഗ്രാം ആയിരുന്നു ബിൻസിയും ഇമാമും അവതരിപ്പിച്ച സൂഫി സംഗീതം. അപ്പൊ അവരോട് ഈയിടെ അവര് എന്റെ നാട്ടിലും ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചു. അപ്പോ അത്തരത്തിലുള്ള വലിയൊരു കോൺസെർട്ട് ആണെങ്കിൽ പരമാവധി 1 ലക്ഷമാണ് അവരുടെ ചെലവ്. അങ്ങനെ 10 ദിവസം ഇത്തരം വലിയ വലിയ ടീമുകൾ അവതരിപ്പിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് 59 ലക്ഷം റുപ്യ ചെലവ് വരുന്നത്? 59,13,760 റുപ്യ ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ അവർക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വാസയോഗ്യമാണോ? അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ പന്തൽ സജ്ജീകരണം, പന്തലിനും മറ്റു സജ്ജീകരണങ്ങളും നമ്മളവിടെ കണ്ടതാണ്. ഒരു പന്തൽ സജ്ജീകരിച്ച് വെച്ചാൽ അത് 10 ദിവസം നീണ്ടു നിന്നാലും 20 ദിവസം നീണ്ടു നിന്നാലും 1 മാസം നീണ്ടു നിന്നാലും അതിനെല്ലാം ചെലവ് ഒന്ന് തന്നെയാണ്. അതിന് വരുന്ന വൈദ്യുതിയും മറ്റു കാര്യങ്ങളും കസാലയുടെ ചെലവും എല്ലാം ആയിരിക്കും എക്സ്ട്രാ വരുന്നത്. അതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന ചെലവ് പന്തൽ മറ്റു സജ്ജീകരണങ്ങൾ 2 കോടി. അതൊന്ന് ആലോചിച്ച് നോക്കി. 2,05,14,497 രൂപയാണ് പന്തലും മറ്റ് സജ്ജീകരണങ്ങൾക്കും വേണ്ടിയിട്ട് അവിടെ ചെലവാക്കി എന്നുള്ളത് ഞാൻ പറയുന്നതല്ല.
വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ പറയുന്നതാണ്. അപ്പോ ഇതിൽ അഴിമതി ഉണ്ടോ? ഇല്ല. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു പത്രസമ്മേളനത്തിന്റെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും പറഞ്ഞു തീരാൻ കഴിയുന്നതല്ല. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ, വളണ്ടിയർ, ഭക്ഷണം, മരുന്ന്, സ്റ്റേജ് എന്ന് തുടങ്ങി ഘോഷയാത്ര, ഫ്ലെക്സ് ബാനർ, അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ആര് ബന്ധപ്പെട്ടാലും ഇതിന്റെ ഒരു കോപ്പി നിങ്ങൾക്ക് തരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞതിലേക്ക് വരിക. മാധ്യമപ്രവർത്തകരായാലും സാധാരണ വോട്ടർമാരായാലും നമ്മുടെ നാടിന് നന്മ കാശിക്കുന്നവരാണെങ്കിൽ തൃത്താലയുമായി ബന്ധപ്പെട്ട് വരുന്നവരോട്, ഇന്ന് രാഷ്ട്രീയ പാർട്ടി ഇന്ന ആൾക്ക് വോട്ട് ചെയ്യണമെന്നല്ല, ഇന്ന കാര്യത്തിലോ എന്നല്ല, ഇത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ നിങ്ങളെ വീട്ടിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ഹുസൈൻ തട്ടത്താഴത്ത് എന്നൊരു വ്യക്തി പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനെ വിവരാവകാശവും എടുത്തുകൊണ്ട് ഇത്തരത്തിൽ പറയുന്നു. കലാകാരന്മാർക്ക് വേണ്ടി മാത്രം 59 ലക്ഷം റുപ്യ ചെലവാക്കി എന്ന് പറയുന്നു. അതുപോലെ പന്തൽ സജ്ജീകരണത്തിന് 2 കോടി റുപ്യ ചെലവാക്കി എന്ന് പറയുന്നു. അങ്ങനെ ടോട്ടൽ 4 കോടി ചില്ലാനം ചെലവാക്കി എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? ഇത്തരത്തിലാണോ നമ്മളിപ്പോ കേൾക്കുന്ന 1152 കോടിയുടെ വികസനം തൃത്താല, ഏകദേശം അതിലും വലിയൊരു വികസനം ഇവിടെ പട്ടാമ്പി എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലാണോ വികസനങ്ങൾ പോകുന്നത്? നമുക്ക് അറിയേണ്ടതുണ്ട്. 3 ലക്ഷത്തിന് അല്ലെങ്കിൽ 4 ലക്ഷത്തിനോ 5 ലക്ഷത്തിനോ വെക്കാവുന്ന ഫ്ലെക്സിന് 16 ലക്ഷമൊക്കെ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ന്യായീകരണം വേണ്ടേ? ചോദിക്കാൻ കെൽപ്പുള്ളവർ നമ്മുടെ നാട്ടിൽ കുറഞ്ഞു വരികയാണെന്ന് സംശയിക്കുക. ഇപ്പൊ കണ്ടോ, ഇവിടെ കൂടെ ഇരിക്കുന്ന നമ്മൾ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ചോദിച്ചാൽ ഇത്തരം ഒരു കാര്യമാണ്, അഴിമതി ഉണ്ടോ എന്ന് അന്വേഷിക്കലാണ് എന്ന് പറയുമ്പോൾ കൂടെ വരാൻ പോലും ആളെ കിട്ടില്ല. കാരണം നാളെ അവർ അതിന്റെ പേരിൽ ക്രൂശിക്കപ്പെടും. അവർ ചെയ്യുന്ന ബിസിനസ്സിൽ, ജോലിയിൽ, അതിന്റെ പേരിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊന്നും ജനാധിപത്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ചോദ്യം ചോദിക്കാനുള്ള അവകാശം അത് പൗരന്റെ അവകാശമാണ്. അതിൽ അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള അവകാശവും പൗരന്റെ തന്നെയാണ്. ആ പൗരന്റെ അവകാശം വെച്ചുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഡീറ്റെയിലും വെച്ച് കേരളത്തിലെ വിജിലൻസിൽ ഞാൻ പരാതി കൊടുക്കാൻ പോവുകയാണ്. ഇത്തരം ഒരു ചെലവിനെ കുറിച്ച് അന്വേഷിച്ച് യഥാർത്ഥ രീതിയിൽ കണ്ടെത്തണം. ഇതിൽ അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ ഭാഗവാക്കായ ആരാണെങ്കിലും അവർക്ക് ഇനി ഒരിക്കലും അത്തരത്തിലൊരു പ്രവർത്തനം ചെയ്യാനോ അത്തരം പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കാനോ ചെയ്യാത്ത തരത്തിൽ അവരെ അതിൽ നിന്നും മാറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകണം. അതിന് ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാരുടെയും അതുപോലെ നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരുടെയും സഹകരണം ആവശ്യമുണ്ട്. കാരണം മൂന്നാമത്തെ കണ്ണായി നിങ്ങൾ കണ്ടതാണ്. അവിടെ 4 കോടിയുടെ എന്ത് ചെലവാണ് നടത്തി എന്നുള്ളത് ഒരു സാധാരണക്കാരന് നോക്കിയാൽ ഒരു നിലക്കും മനസ്സിലാവില്ല. അഴിമതി ഉണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. അതിനുവേണ്ടി വിജിലൻസിനെ സമീപിക്കുവാനും തയ്യാറാണ് എന്നും ഇന്ന് തന്നെ വിജിലൻസിലേക്ക് ഇത്തരം ഒരു വിവരാവകാശം വെച്ചുകൊണ്ട് പരാതി നൽകുന്നതാണ് എന്നും കൂടെ അറിയിക്കുവാൻ വേണ്ടിയാണ് ഇത്തരം ഒരു പത്രസമ്മേളനം നിങ്ങളെ മുന്നിൽ വിളിച്ചത്. നന്ദി.